ഒഡീസി പല യുദ്ധങ്ങൾ പറ്റി പല സ്ഥലങ്ങളിൽ പോയി അവിടെ പല പ്രയാസഘട്ടങ്ങളും നേരിടേണ്ടി വന്നു. അതിനൊന്നും ഒഡീസിക്ക് അധികം സമയം എടുത്തില്ല. അവസാനം ഒഡീസി 7-8 കൊല്ലം പെട്ട് കിടന്നത് ഒരു ഐലൻഡിലാണ്. ഒഡീസിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് ഈ യുദ്ധത്തിലോ അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന മോൺസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഒഡീസിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് കംഫർട്ട് സോണിലായിരുന്നു. ചിന്തിച്ചു നോക്കി, അതായത് കാലിപ്സോ എന്ന് പറയുന്ന ഗ്രീക്ക് നിംഫ് ഡാവിനെ പിടിച്ചിട്ട് അവനക്ക് വേണ്ട സ്നേഹവും വെള്ളവും ഫുഡും പിന്നെ കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ ഡ്രഗ്സും, നമ്മുടെ ഇപ്പോൾ ഡ്രഗ്സ് അല്ല, കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തത് ബ്ലൂ ലോട്ടസ്. അപ്പോൾ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ കംഫർട്ട് സോണിലെ ആൾക്കാർ ജീവിക്കുന്നു. ടെൻഷനും കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ട് ലഹരികൾ ഉപയോഗിക്കുന്നു. ലീഗലായിക്കോട്ടെ ഇല്ലീഗലായിക്കോട്ടെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ബുദ്ധിയില്ലാണ്ട് അടക്കാം. എന്നിട്ട് പിന്നെ കാലത്ത് വീണ്ടും റോബോട്ട് ജീവിതം, അവരുടെ കംഫർട്ട് സോണിലുള്ള ആ ജീവിതം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വിട്ടുകൊടുക്കാതെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ ഒഡീസി തൻ്റെ വീട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാൾ കംഫർട്ടായി അന്നാളവിടെ ലോക്കായി പെട്ടു. ആ തിരിച്ചറിവ് വരുന്നത് വരെ. എന്ന് തിരിച്ചറിവ് വന്നു, ആള് റിസ്ക് എടുത്തു, ആള് തിരിച്ചാളുടെ വീട്ടിലോട്ട്. പറഞ്ഞു വന്നത് കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങാം, ചെറിയ ചെറിയ റിസ്ക് എങ്കിലും ചെറിയ ചെറിയ റിസ്കുകൾ എടുത്ത് തുടങ്ങാം.